വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് നിലക്കടല ഉപയോഗിച്ചിട്ടാണ്. ഇത് ഞാനിപ്പോൾ സാധാരണ പച്ചയായിട്ടുള്ള നിലക്കടല സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതിന് ശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ചൂടൊക്കെ മാറി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് 1.5 കപ്പ് അളവ് നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാദ്യം മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അരക്കാൻ പാകത്തിന് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് ഞാനിപ്പോൾ ഇവിടെ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാലോ വെള്ളമോ ചേർത്ത് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് മൊത്തത്തിൽ ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവ് പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം അത്യാവശ്യം നല്ല അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലക്കടലേൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അടികട്ടിയായിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതാവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയും തോറും ഇത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കട്ടിയായിട്ട് വരാൻ വേണ്ടി തുടങ്ങും. ആ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി വരുന്ന ആ ഒരു പാകാവുന്നത് വരെയാണ് ഞാനിതിവിടെ കുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച ശർക്കര ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ശർക്കര ഉരുക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 കപ്പ് അളവ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കരയിൽ തരിയും മണലൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഉരുക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് അളവ് ശർക്കര 1/2 കപ്പ് അളവ് വെള്ളമൊഴിച്ച് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വരും. അത് ഒന്ന് കട്ടിയായി വരാൻ വേണ്ടി തുടങ്ങും. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ പാനിൽ നിന്നൊക്കെ റിലീസായി വരുന്ന ആ ഒരു പാകത്തിന് കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു നെയ്യ് ഏറ്റവും അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്കൊരു നല്ല ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്തപ്പോൾ തന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്ക പൊടി കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്കിനി ഏതെങ്കിലും നട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്ത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഹോൾഡായി വരുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരല്പം ച്യൂയി ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഇതുപോലെ നല്ല സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് വരുന്ന ആ ഒരു സമയം വരെ ഞാനിവിടെ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് നേരത്തെ നെയ്യ് തടവിട്ട് കുറച്ച് എള്ളിട്ട് വെച്ചിരുന്നു. ആ ഒരു പാത്രത്തിലേക്ക് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നെയ്യ് തടവിയിരിക്കുന്ന സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിൻ്റെ ചൂട് നല്ലപോലെ മാറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ ടോട്ടലായിട്ട് 25 മുതൽ 30 മിനിറ്റ് നേരമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നല്ല ച്യൂയി ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കോരിക്കഴിക്കാൻ പാകത്തിന് തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് ഞാനിപ്പോൾ ഇതിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ച്യൂയി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിലക്കടലയും ശർക്കരയും നെയ്യും ഒക്കെ കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുക. അതുപോലെ ഇത് കഴിക്കുമ്പോൾ ഒരു ക്യാൻഡിയൊക്കെ കഴിക്കുന്ന ഫീലിംഗ് ആണ് കിട്ടുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.